ചെങ്കോട്ട സ്ഫോടനത്തിൽ മരണം 13 സ്ഥിരീകരിച്ച് ആശുപത്രി. LNJP ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ബിലാൽ എന്നയാളാണ് മരണപ്പെട്ടത്. നേരത്തെ 12 മരണമായിരുന്നു സ്ഥിരീകരിച്ചത്. അതേസമയം സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇക്കോ സ്പോർട്ട് കാർ പാർക്ക് ചെയ്ത വ്യക്തി കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഫഹീമാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായ ഫഹീം ഉമറിന്റെ ബന്ധുവാണെന്നാണ് വിവരം. ഫരീദാബാദ് സർവകലാശാലയിലെ 2 വിദ്യാർത്ഥികളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹരിയാന കേന്ദ്രീകരിച്ച് 4ാമത്തെ കാറിനായി തെരച്ചിൽ നടന്നുവരികയാണ്. അതിനിടെ ചെങ്കോട്ട സ്ഫോടനത്തിൽ പുതിയ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്ഫോടനത്തിന് മുമ്പ് ഉമർ നബി വെള്ള I-20 കാറുമായി കോണാട് പ്ലേസിൽ എത്തിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ചെങ്കോട്ട സ്ഫോടനത്തിൽ കസ്റ്റഡിയിലെടുത്തവർ സ്ഫോടന പരമ്പരയ്ക്ക് പദ്ധതിയിട്ടിരുന്നതായി പോലീസ് വ്യക്തമാക്കി. ഒരേ സമയം 4 നഗരങ്ങളിൽ സ്ഫോടനത്തിന് പദ്ധതിയിട്ടു. 2 പേരടങ്ങുന്ന 4 സംഘങ്ങളായി സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ ശ്രമം. ഇതിനായി സിഗ്നൽ ആപ്പിൽ ഗ്രൂപ്പുണ്ടാക്കിയായിരുന്നു ആശയവിനിമയമെന്നും പോലീസ് പറയുന്നു. സമാന സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ട ഇവർ കൂടുതൽ വാഹനങ്ങൾ വാങ്ങിയിരുന്നോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. I-20 എക്കോസ്പോർട്ട് കാറുകൾക്ക് പുറമെ 2 വാഹനങ്ങൾ കൂടി കസ്റ്റഡിയിലെടുത്തവർ വാങ്ങിയതായാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ഇവയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് വലിയ ആക്രമണങ്ങൾക്ക് പദ്ധതി ഇട്ടിരുന്നതായാണ് നിഗമനം. ഇവർ വാങ്ങിയെന്ന് സംശയിക്കുന്ന 2 കാറുകൾക്കായി അന്വേഷണം ഊർജിതമാക്കി. അതേസമയം ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ 2ാമത്തെ കാർ സ്ഫോടക വസ്തുക്കൾ കടത്താൻ ഉപയോഗിച്ചെന്ന് സൂചന. അമോണിയം നൈട്രേറ്റ് കടത്താൻ ഈ കാർ ഉപയോഗിച്ചു എന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ നിന്നാണ് ഫരീദാബാദ് പോലീസ് ചുവന്ന എക്കോസ്പോർട്ട് കാർ കണ്ടെത്തിയത്. അതേസമയം സ്ഫോടനത്തിന് മുൻപ് ഡോക്ടർ ഉമർ ഓൾഡ് ദില്ലിയിൽ എത്തിയിരുന്നതായി വിവരം ലഭിച്ചു. രാംലീല മൈതാനത്തിന് സമീപമുള്ള പള്ളിയിൽ ഉമർ സമയം ചെലവിട്ടു. 10 മിനിറ്റ് നേരം ഉമർ പള്ളിയിൽ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് 2:30 ഉമർ ചെങ്കോട്ടക്കടുത്തേക്ക് പോയത്. ഉമർ എത്തിയ പള്ളിയിലെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. അതിനിടെ സ്ഫോടനം നടന്നതിന് സമീപമുള്ള ലാൽ കില മെട്രോ സ്റ്റേഷൻ അടച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സ്റ്റേഷൻ തുറക്കില്ല. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. 3 ദിവസത്തേക്ക് മെട്രോ സ്റ്റേഷൻ അടച്ചിടും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷറി ക്രൂയിസിൽ പോയാലോ? മിനാർ ക്രൂയിസ് കൊച്ചിൻ. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര, അതും കൊച്ചിയിൽ. യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും, ബിസിനസ് മീറ്റിംഗ്സ്, ഫാമിലി ഗാദറിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, കോളേജ് ട്രിപ്സ്, അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ. ലൈവ് DJ, ലൈവ് മ്യൂസിക് പെർഫോമൻസ്, മാജിക് ഷോ, മെന്റലിസം പ്രോഗ്രാംസ്. മിനാർ ക്രൂയിസ് കൊച്ചിൻ. ഫോൺ 8089 021 666 7034 191 993.